Friends, we will video. We will see a video of police physical 8 items. That's a video. This is a item. Cricket ball throw. It's simple. 60 meter. It's a tricks. That's why video. Comment box and description link. Subscribe. Red button ഉണ്ട് അത് അടിക്കുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. നമ്മുടെ ബോൾ സാധാരണ റബ്ബർ ബോൾ അല്ല കോക്ക് ബോളാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് സാധാരണ പോലെ നമ്മളൊരു പ്രാക്ടീസ് ചെയ്യാറുണ്ട്. അന്ന് അവിടെ ചെന്നിട്ട് എറിഞ്ഞു കഴിഞ്ഞാൽ ഇഞ്ചുറി വരും. അതായത് ഈ മസിൽ ഇറങ്ങുക അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ പറയും. അപ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് എല്ലാം നമുക്ക് അഭയം പറഞ്ഞു തരും. ഫസ്റ്റ് ഇതിന് കുറച്ച് എന്നിട്ട് പറയുക എക്സസൈസുകളുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം കൈ, ഷോൾഡേഴ്സ്, നമ്മുടെ എൽബോ, റിസ്റ്റ്, മെയിനായിട്ട് റിസ്റ്റിനാണ് ഇത് വർക്ക് വരിക. അപ്പോൾ നമ്മൾ ഇത് രണ്ടും വാമപ്പ് ചെയ്തിട്ട് ഒന്ന് ഇളക്കി സെറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ബോൾ ത്രോ ചെയ്യാൻ. അപ്പോൾ ആദ്യം അതിനുള്ള എക്സസൈസ് എന്ന് പറയുന്നത് ഈ ഷോൾഡേഴ്സ് നന്നായി റൊട്ടേറ്റ് ചെയ്യുക. അത് ഫ്രണ്ടിലേക്ക് ഒരു 10 വട്ടം, ബാക്കിലേക്ക് ഒരു 10 വട്ടം, അങ്ങനെ രീതിയിൽ റൊട്ടേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഫസ്റ്റത്തെ എക്സസൈസ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ എൽബോ എന്ന് പറയുമ്പോൾ നമ്മൾ വെറുതെ ഒന്ന് കുടഞ്ഞ് ഫോർ ആംസൊക്കെ ഒന്ന് ലൂസാക്കിയിട്ട് എൽബോ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ടാൽ മതി. അത് കഴിഞ്ഞ് റിസ്റ്റിനുള്ളത് പറയുമ്പോൾ ഇത് ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യുക, അതുപോലെ നേരെ തിരിച്ച് ചെയ്യുക. അതെപ്പോൾ ചെയ്യണം? കഴിയുമ്പോൾ പിന്നെ സ്ട്രെച്ച് മതി. പിന്നെ സ്ട്രെച്ച് ചെയ്യുക. പിന്നെ സ്ട്രെച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഷോൾഡേഴ്സ് നന്നായി വലിച്ചിടുക. അതായത് ഇത് ഇങ്ങനെ ചെയ്തിട്ട് കുറച്ച് സ്ട്രൈറ്റ് വെച്ചിട്ട് ഈ കൈ സ്ട്രൈറ്റ് വയ്ക്കുക. ഇത് നമ്മളിങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കുക. നല്ല ഇവിടെ ടൈറ്റ് ആവും. അങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കുക. അതുപോലെ ഒരു 10-15 അതുപോലെ ഈ കൈ ചെയ്യാം. പിന്നെ ഇതിങ്ങനെ ചെയ്യാം. ബാക്കിലേക്ക് നന്നായി സ്ട്രെച്ച് ചെയ്യാം. അതുപോലെ ഈ കൈയും ചെയ്യാം. പിന്നെ നമ്മൾ ഫോർ ആംസ് ടൈറ്റ് ആയി ഉണ്ടാവും എറിഞ്ഞു കഴിയുമ്പോൾ. അപ്പൊ അത് ടൈറ്റ് ആവും. പിന്നെ ഇതിൽ മെയിൻ പരിക്ക് വരുന്നത് ഇവിടെ നിന്നുള്ള വേദന വരിക. ഈ നമ്മുടെ ട്രൈസിപ്സ് തൊട്ട് നമ്മുടെ ഈ എൽബോ, പിന്നെ ഈ ഫോർ ആംസിലേക്കുള്ള ഒരു ഞരമ്പ് പോലൊരു സംഭവം ഉണ്ട്, ഒരു ടെൻഡൻ. അവിടെയാണ് നമുക്ക് വേദന വരിക. അത് വെറുതെ എടുത്ത് എറിഞ്ഞിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ. അതായത് നമ്മൾ ടെക്നിക്കലി വാമപ്പും സ്ട്രെച്ചിങ് ചെയ്യാതെ വെറുതെ ഓടി വന്ന് എറിയുമ്പോൾ വേദന വരും. പിന്നെ കംപ്ലൈന്റ് വരിക ഷോൾഡർ, പിന്നെ ഈ എൽബോ, ഈ രണ്ടെണ്ണത്തിന് കംപ്ലൈന്റ് വരും. അതെന്താ വെച്ചാൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ഉണ്ട്. അത് നമ്മൾ കറക്റ്റ് ഫോളോ ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ ഷോൾഡർ തെറ്റും, ഇവിടെ ഒടിയും, അങ്ങനെ കുറെ കാര്യങ്ങൾ വരും. അത് ഇഞ്ചുറി കൂടുതലാണ്. പക്ഷെ അത് വരാതിരിക്കാനായിട്ട് പക്ക വാമപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം സ്ട്രെച്ചിങ് ചെയ്യുക. ഈ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇഞ്ചുറി വരില്ല എന്നാണ്. അത് ഉറപ്പായിട്ടും വരില്ല, നമ്മളെല്ലാവർക്കും പെട്ടെന്ന് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഇഞ്ചുറി വരുന്നത് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യാതെ ചെയ്യുന്നതുകൊണ്ടാണ് ഇഞ്ചുറി വരുന്നത്. പിന്നെ അപ്പോൾ അത് കഴിഞ്ഞാൽ ബോൾ പിടിക്കേണ്ട രീതിയുണ്ട് എറിയുന്നത്. ഇതാണ് നമ്മുടെ വാമപ്പും സ്ട്രെച്ചിങ്. ഇത് രണ്ടാണ്. അത് നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കണ്ട് പ്രാക്ടീസ് ചെയ്താൽ മതി. ഇനി ബോൾ എറിയുന്ന രീതി, അപ്പോൾ ബോൾ പിടിക്കുന്ന രീതി തന്നെയുണ്ട്. ബോൾ ത്രോയ്ക്ക് എന്ന് പറയുമ്പോൾ 4 സ്റ്റെപ്പ് ഉണ്ട്. ഒന്നാമത്തെ എന്ന് പറയുമ്പോൾ നമ്മൾ ബോൾ പിടിക്കണം, ഹോൾഡിംഗ് ദ ബോൾ പിടിക്കുന്ന രീതി. പിന്നെയുള്ളത് നമ്മുടെ ആക്ഷനാണ്, ബോൾ എറിയാനുള്ള ആക്ഷൻ. അത് കഴിഞ്ഞ് ഡെലിവറി ഉണ്ട്. അതായത് ബോൾ നമ്മുടെ കയ്യിൽ നിന്ന് പോകുമ്പോഴുള്ള ഒരു സംഭവം ഉണ്ട്, അത് ഡെലിവറി ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഫോളോ ത്രോ ഉണ്ട്. നമ്മൾ എറിഞ്ഞ് ഒരു സ്ഥലത്ത് നിന്നാൽ അത് നമുക്ക് പരിക്ക് കൂട്ടാൻ സാധ്യത കൂടുതലാണ്. അപ്പൊ നമ്മൾ ക്രിക്കറ്റിലായാലും ബോളേഴ്സിനെ കാണുമ്പോൾ അല്ലെങ്കിൽ ഫീൽഡ് ചെയ്യുമ്പോൾ തന്നെ നോക്കിയാൽ അറിയാം, അവർ എറിഞ്ഞു കഴിഞ്ഞാൽ ഒന്നിങ്ങനെ തിരിഞ്ഞിട്ടോ അല്ലെങ്കിൽ അങ്ങനെ അത് ആക്ഷൻ കംപ്ലീറ്റ് ചെയ്യണം, എന്നാലേ ശരിയാവുള്ളൂ. അത് ഈ ഫോളോ ത്രൂല് വരുന്ന മെയിൻ ഐറ്റം എന്ന് പറയുന്നത് ഹിപ്പാണ്. നമ്മൾ എറിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ കറങ്ങിയിട്ട് അത് ഒന്നെങ്കിൽ ഫുൾ കറങ്ങി വരിക, അല്ലെങ്കിൽ ഫ്രണ്ടിലേക്ക് പോവുക. 2 സ്റ്റെപ്പ് ഫ്രണ്ടിലേക്ക് പോവാ. അല്ലെങ്കിൽ ചിലപ്പോൾ ഇതിൽ ബോളിംഗ് ഷോർട്ട് പുട്ട് എറിയുമ്പോൾ ഫ്രണ്ടിലേക്ക് പോകാൻ പാടില്ല. ബോൾ എറിയുമ്പോൾ പോയാൽ കുഴപ്പമുണ്ടോ? ബോൾ എറിയുമ്പോൾ ഒരു ലൈൻ ഉണ്ട്, പോയാൽ കുഴപ്പമുണ്ടോ? ആ ലൈൻ കടക്കാൻ പാടില്ല. അതായത് നമുക്ക് കറക്റ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് ആ ലൈനിന്റെ തുമ്പത്ത് വെച്ച് എറിയേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് 2-3 സ്റ്റെപ്പ് എടുത്ത് ഓടി വന്നിട്ട് എറിഞ്ഞതിന് ശേഷം റിലീസ് ചെയ്താൽ മതി. അപ്പൊ അതിനുള്ള സ്പേസ് ഇടുക. അല്ലെങ്കിൽ അതിന്റെ തുമ്പത്ത് എറിഞ്ഞിട്ട് പിന്നെ പോയാൽ അത് കൂട്ടില്ല അല്ലെ? അത് ഒരു സ്റ്റെപ്പോ 2 സ്റ്റെപ്പോ നമ്മൾ ലൈനിൽ നിന്ന് എടുക്കുക, എന്നിട്ട് അവിടെ നിന്ന് റണ്ണപ്പിലേക്കുള്ള കാര്യങ്ങൾ ചെയ്യുക. അതായത് ലൈനിൽ നിന്ന് എറിയാണ്ട് ഒരു 2 സ്റ്റെപ്പ്. കാരണം ആ നന്നായി പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് ആ ലൈനിൽ നിന്ന് എറിയേണ്ട ആവശ്യമില്ല. നമുക്ക് കുറച്ച് മുമ്പേ എറിഞ്ഞു കഴിഞ്ഞാൽ റിസൾട്ട് ഉണ്ടാവും. ഇനി നമുക്ക് ബോൾ പിടിക്കണം, ഓരോ മെത്തേഡുകൾ നോക്കാം. ബോൾ പിടിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ പിടിക്കണം. അതായത് ഇവിടെ വെക്കുമ്പോൾ ഇവിടെ ഒരു വിരൽ കിടക്കാനുള്ള ഗ്യാപ്പ്. ഇത് ബോളിങ്ങിന് നമുക്ക് കോച്ചിങ് തരുന്ന, നമുക്ക് കോച്ചിങ്ങിനൊക്കെ പോയാൽ പറഞ്ഞു തരുന്ന ഒരു കാര്യമാണ്.
ബോൾ പിടിക്കുമ്പോൾ നമുക്ക് ഒരു വലിയ ഗ്യാപ്പ് വേണം. പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ പിടിക്കുക. ഇത് സീം എന്ന് പറയും, ഈ ത്രെഡ്, ഈ നമ്മളിത് കൂട്ടിച്ചേർത്തുള്ളതാണ്, അത് ത്രെഡ്. അവിടെ നമുക്ക് എങ്ങനത്തെ ഉപയോഗിച്ചുള്ള ബോളാണോ പുതിയ ബോൾ? അവിടെ യൂസ്ഡ് ബോൾസ് വരിക. അപ്പൊ നമ്മൾ അതിൽ സെലക്ട് ചെയ്യുമ്പോൾ അവിടെ സെലക്ട് ചെയ്യുക. അവിടെ നമുക്ക് ഒരു 7-8 ബോളുകൾ ഉണ്ടാവും. അതിലെന്ന് പറയുമ്പോൾ ഭയങ്കര ഓൾഡായ ബോൾ ഉണ്ടാവും, വെയിറ്റ് കൂടിയതുണ്ടാവും, വെയിറ്റ് കുറഞ്ഞതുണ്ടാവും, പല കമ്പനികളിലേക്ക് ഉണ്ടാവും. അതെങ്ങനെ തിരിച്ചറിയുമ്പോൾ വെയിറ്റ് കൂടിയതൊക്കെ? വെയിറ്റ് നമ്മൾ ഒരു 400 രൂപ കൊടുത്ത ഒരു SGയുടെ, ഞാൻ പ്രിഫർ ചെയ്യുന്നത് SGയുടെ ലെതർ ബോളാണ്, കോക്ക് ബോളാണ്. അതാകുമ്പോൾ നമ്മൾ ക്രിക്കറ്റ് കളിക്കുന്ന ഒരു ബോള്. അതെന്ന് പറയുമ്പോൾ ഒരു കുറച്ച് ഇത് അതല്ല, ഇത് ഭയങ്കര എന്നിട്ട് പറയാ വലിപ്പം കുറവാണ്. ഇത് കുറച്ചും കൂടി വലിപ്പം വരും. പിന്നെ ഷേപ്പ് എന്ന് പറയുന്നത് ഒരു ചെറിയൊരു സെമി ഓവൽ ഷേപ്പ് വരും, കറക്റ്റ് റൗണ്ട് അല്ല. അത് അവരുടെ ബോളിങ്ങിനെ ഗുണം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ്. നമ്മൾ ചെല്ലുമ്പോൾ ഈ സാധനം തന്നെ ആയിരിക്കും കിട്ടുക. നമ്മൾ ചെല്ലുമ്പോൾ അതും ഉണ്ടാവും, വേറെ ഇങ്ങനത്തെ ബോളുകൾ ഉണ്ടാവും. ചെറിയ ബോൾ ഉണ്ടാവും, വലിയ ബോൾ ഉണ്ടാവും. ചെറിയ ബോൾ വേണോ അതോ വലിയ പഴയത് വേണോ? നമ്മൾ നല്ല ബോളിൽ പ്രാക്ടീസ് ചെയ്ത് പോവാ. നമ്മുടെ കയ്യിൽ ഇത് നമ്മുടെ ബോളിന്റെ ഒരു വലിപ്പം നമ്മുടെ കൈക്ക് പരിചയമാവും. അപ്പൊ നമ്മൾ ചെന്നിട്ട് അവിടെ 7-8 ബോളുകൾ ഉണ്ടാവും. ഇപ്പൊ നമ്മൾ എറിയുമ്പോൾ ബാക്കിയുള്ളതൊക്കെ എറിഞ്ഞു കളഞ്ഞു വെച്ചാൽ നമുക്ക് പറയാം എനിക്ക് ആ ബോളെ മതി, അപ്പൊ അവര് എറിഞ്ഞ് നമുക്ക് ആവശ്യമുള്ളത് അവര് തരും. നമ്മൾ ആ ബോൾ മേടിക്കുക. നമ്മുടെ ഫസ്റ്റ് തന്നെ അവിടെ നമ്മൾ തുടങ്ങുമ്പോഴേക്കും ആ ബോളുകളൊക്കെ അവിടെ ഇട്ടുണ്ടാവും. അപ്പൊ നമ്മൾ നോക്കി സെലക്ട് ചെയ്യുക. അതായത് ഐറ്റം തുടങ്ങാൻ മുമ്പേ ബോൾ അവിടെ വെച്ചിട്ടുണ്ടായി. അപ്പൊ പോയി നമുക്ക് ആവശ്യമുള്ള ബോൾ സെലക്ട് ചെയ്യാം. പുതിയ ബോളുമായിട്ട് പുതിയ ബോൾ ഐറ്റും ആ ഷേപ്പൊക്കെ നമ്മുടെ കയ്യിന് കംഫർട്ട് ആയിട്ടുള്ള സാധനങ്ങൾ എടുക്കുക, അത് സെലക്ട് ചെയ്യുക. ഇനിയുള്ളത് പറഞ്ഞാൽ ബോൾ പിടിക്കേണ്ട രീതി പറഞ്ഞല്ലോ, ഇങ്ങനെയുള്ള സാധനം. ഇത് നമ്മൾ ബോൾ ചെയ്യുമ്പോഴൊക്കെ സീം പൊസിഷനെ യൂസ് ചെയ്യുക. അതായത് ഇങ്ങനെ, ഇതാണ് സീം പൊസിഷൻ എന്ന് പറയാം. ഇത് വെച്ചാൽ നമുക്ക് സ്വിങ് ചെയ്യുക, അങ്ങനെ യൂസ് ചെയ്തുകൊണ്ടാണ് അത് യൂസ് ചെയ്യണത്. നമ്മൾ ത്രോ ചെയ്യുമ്പോൾ ക്രോസ് സീം യൂസ് ചെയ്യണം. അതായത് ക്രോസ് സീം യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ബോൾ ത്രോ ചെയ്യണ വെലോസിറ്റി കൂടും, എയർ പെനട്രേഷൻ നന്നായി കൂടുതൽ വരും. ഇങ്ങനെ ആകുമ്പോൾ കാറ്റ് പിടിക്കും. അതായത് ഇത് യൂസ് ചെയ്യണത് അവര് ബോൾ സ്വിങ് ചെയ്യിക്കാനാണ്. അതായത് ക്രിക്കറ്റ് കളിക്കുമ്പോൾ നമ്മൾ അതിൽ പിടിച്ച് ചെയ്യുമ്പോൾ സ്വിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ പിടിക്കണം. നമ്മൾ ക്രോസ് ബോൾ ചെയ്താൽ, ക്രോസ് ബോൾ എറിഞ്ഞാൽ നമുക്ക് എയർ പെനട്രേഷൻ കൂടിയിട്ട് നമുക്ക് ഒരു എത്ര രീതി നല്ല കുറച്ചുകൂടി ഒന്ന് നമുക്ക് മുമ്പിലേക്ക് വ്യത്യാസം നമുക്ക് അറിയാൻ പറ്റും. നമ്മൾ എറിഞ്ഞു നോക്കിയാൽ നമുക്ക് അതിന്റെ വ്യത്യാസം അറിയാൻ പറ്റും. പിന്നെ അപ്പോൾ ക്രോസ് സീം പിടിക്കുന്നു, നമ്മൾ കൈ ഇത് നമ്മളിങ്ങനെ കുറെ വട്ടം ചെയ്ത് നമ്മൾ കറക്റ്റ് പിടിക്കണത് തന്നെ ആ ഒരു ഇതിലേക്ക് വരും. പിന്നെ ഓട്ടോമാറ്റിക് കിട്ടും. അത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കയ്യിൽ എടുക്കുമ്പോൾ ഓട്ടോമാറ്റിക് അങ്ങനെ വരും. അപ്പോൾ ഇത് ബോൾ പിടിച്ചു, ഇതൊരു സ്റ്റെപ്പ് കഴിഞ്ഞു. നമ്മൾ ബോൾ പിടിക്കുന്നത് ഒരു സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി അടുത്തെന്ന് പറയുന്നത് ആക്ഷനാണ്. അടുത്ത സ്റ്റെപ്പ് ആക്ഷനാണ്. നമ്മൾ ബോൾ എടുക്കണു, വരയെന്നൊരു സ്റ്റെപ്പ്, ഞാൻ 2 സ്റ്റെപ്പ് എടുക്കാറ്. 2 സ്റ്റെപ്പ് എടുക്കണു, 2 സ്റ്റെപ്പ് അവിടുന്ന് റണ്ണപ്പ് എടുക്കണു. എനിക്ക് റണ്ണപ്പ് അധികം വരില്ല, ഞാൻ ഒരു 3 സ്റ്റെപ്പ് റണ്ണപ്പ്. അതായത് നമുക്ക് നിന്നോടൊന്നും എറിയണ്ട, ഓടി വന്നിട്ട് എറിയാം. അതായത് ഇച്ചിരി ഒന്ന് ഫാസ്റ്റിൽ വന്നിട്ട് അങ്ങനെ തന്നെ എറിയാം. അതെ, തീരെ എത്താ ഒരു 5 മീറ്ററിനുള്ളിലുള്ളവര് റണ്ണപ്പ് എടുത്ത് എറിഞ്ഞാൽ അവർക്ക് അത് കവർ ചെയ്യാൻ പറ്റാവുന്നതല്ലോ. ഓക്കെ, അതായത് നമുക്കിപ്പോൾ ഒരു 55 എത്തുന്നുള്ളൂ, അല്ലെങ്കിൽ 50-55 നമ്മൾ സാധാരണ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിന്നോടത്തുനിന്ന് എറിയാറ്. അത് ഒരു 50-55 ഉള്ളവർക്ക് നമുക്ക് നല്ല റണ്ണപ്പ് എടുത്ത് ഓടി വന്ന് എറിഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ലോങ് വരാമല്ലോ. എത്ര വേണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള പോലെ വരാം. ഞാൻ പലരും നിന്നോടത്തുനിന്ന് എറിയുന്നുണ്ട്, അതല്ല, അത്യാവശ്യം ഓടി വന്ന് എറിയുന്നവർക്ക് അത് അത്രയും ദൂരം കിട്ടും. ഒരു 5 മീറ്റർ അതിൽ ആ അഡ്വാൻസ് എടുക്കുന്നതിൽ കിട്ടും. അത് കിട്ടും. പിന്നെ നമുക്ക് ഇനി ആക്ഷനാണ് നോക്കാനുള്ളത്. അപ്പം നമ്മൾ ബോൾ പിടിച്ചു, നമ്മുടെ വിരൽ വെച്ച് കറക്റ്റ് ചെയ്തു, കറക്റ്റ് അത് ഭയങ്കര ടൈറ്റാക്കി പിടിക്കരുത്. അത് ശ്രദ്ധിക്കണം. നമ്മൾ ഭയങ്കര ടൈറ്റാക്കി പിടിക്കുമ്പോൾ എന്താ വെച്ചാൽ അത് എറിഞ്ഞാൽ നമുക്ക് ഇതിങ്ങനെ ടൈറ്റാക്കി പിടിച്ചോണ്ട് നമ്മൾ എറിയുമ്പോൾ ആ ഒരു പവർ കൊടുക്കാൻ പറ്റില്ല. നമ്മൾ വിരലോണ്ട് ഇത് ടൈറ്റാക്കി പിടിച്ചേക്കാണ്. നമ്മളൊരു മീഡിയത്തിൽ പിടിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ആ പവറും കൂടിയും കൈമെന്ന് ഇതിലേക്ക് നമുക്ക് പുഷ് ചെയ്യാൻ പറ്റും. ഇത് ഭയങ്കര ടൈറ്റാക്കി പിടിച്ചാൽ നമുക്ക് എറിയുമ്പോൾ കറക്റ്റ് നമ്മൾ വിചാരിക്കുന്നിടത്തേക്ക് എത്തൂല, പിന്നെ അതിന്റെ മൂവ്മെന്റ് കുറയും ചെയ്യും. ഓക്കെ, അതായത് അത്ര സ്ട്രോങ്ങിൽ വല്ലായിട്ട് പിടിക്കണ്ട, ഒരു നോർമൽ രീതിയിൽ പിടിച്ചാൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എങ്ങനെ പിടിക്കണമെന്ന് നമുക്കറിയാം. അതായത് ഈ പറഞ്ഞ രീതിയിലൊക്കെ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് അറിയാം എത്ര പ്രഷർ ബോളിൽ കൊടുക്കണം എന്നുള്ളത്. ഇനി ആക്ഷൻ. ഇത് ഒരു മീഡിയത്തിൽ പിടിക്കുന്നു, നമ്മൾ വരുന്നു. നമ്മൾ ഈ കൈയും ഒരു ഘടകമാണ്. ഈ കൈ നമ്മൾ നേരെ ഒന്ന് ഇങ്ങനെയോ എങ്ങനെയൊക്കെ ഒന്ന് പിടിക്കുക, എയിം ചെയ്യുക. ഒന്ന് ബോൾ നമ്മൾ ബോൾ ഇപ്പോൾ അവിടെ നിന്ന് എടുത്തു, നമ്മൾ പിടിച്ചു കഴിഞ്ഞ് ഇങ്ങനെ ഒരു ആക്ഷൻ വരും. നമ്മൾ എറിയുമ്പോൾ അത് എങ്ങനെ നോക്കിയാലും നമുക്ക് ആ ആക്ഷൻ വരും. അത് കഴിഞ്ഞിട്ട് ഇനിയുള്ളത് ഇവിടെയാണ്. ഇനി ഇവിടെ എന്ന് പറയുന്നത് ഈ കൈ ഇത് ഇങ്ങനെ ഇരിക്കണം, ഈ റിസ്റ്റ് ഇങ്ങനെ ഇരിക്കണം, ബാക്കിലേക്ക് ഇത് ഇങ്ങനെ ഇരിക്കണം. പിന്നെ ഈ എൽബോ എറിയണ സമയത്ത് ഷോൾഡറിന് മേലെ വരണം. അതായത് ഇങ്ങനെ എറിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ എടുക്കുക, ഇങ്ങനെ എടുത്തിട്ട് എറിയണ സമയത്ത് എൽബോ ഷോൾഡറിന് മേലെ വേണം, അല്ലെങ്കിൽ ഇഞ്ചുറി വരും. അപ്പോൾ അത് ശ്രദ്ധിക്കണം. നമ്മൾ ആക്ഷൻ വരുമ്പോൾ എടുത്തു, ബാക്കിൽ നിന്ന് എടുത്ത് ആക്ഷൻ ഇങ്ങനെ വരുന്നു. എന്നിട്ട് നമ്മൾ ഇങ്ങനെ മടക്കിയിട്ട് എറിയുമ്പോൾ ഈ സാധനം ഇവിടുന്ന് അടിയുന്ന് പിന്നെ നമ്മൾ ഇങ്ങനെ എടുത്തിട്ട്
എറിയണ സമയത്ത് ഇത് ഇവിടെ എത്തുമ്പോൾ ബോൾ റിലീസ് ചെയ്യുന്ന സമയത്ത് ഷോൾഡറിന് മേലെ ബോൾ വരണം. ബോൾ വന്നിട്ട് പിന്നെയുള്ളത് ഇവിടെ നിന്ന് വന്നിട്ട് ഇവിടെയാണ് പിന്നെ ഇനി കാര്യമുള്ളത്. ഇവിടെ എന്ന് പറയുമ്പോൾ നമ്മുടെ റിസ്റ്റ് കൊണ്ട് ഒരു ചെറിയ പുഷ് കൊടുക്കണം. അത് നമുക്ക് ബോള് പോവാനായിട്ട് ഭയങ്കര ഉപകരണം. അതാണ് ആക്ഷൻ കംപ്ലീറ്റ് ആണെങ്കിൽ അത് അങ്ങനെ ചെയ്യണം. അതായത് ഇങ്ങനെ വന്നു, ഷോൾഡറിന് മേലെ എൽബോ വന്നു, നമ്മൾ ബോൾ വന്നു, ഇവിടെ നമ്മൾ പോണതിൻ്റെ ഇടയിൽ ഇത് കംപ്ലീറ്റ് ആയി. ഇങ്ങനെ ആകുമ്പോൾ നമ്മുടെ ത്രോ കംപ്ലീറ്റ് ആവും. ഇവിടെയൊക്കെ എത്തുമ്പോൾ നമ്മൾ അതായത് ഇവിടെ എത്തുമ്പോൾ നമ്മൾ ഈ റിസ്റ്റ് കൊണ്ട് ഒരു പുഷ് കൊടുക്കണം. അത് നമ്മൾ എറിഞ്ഞ് പ്രാക്ടീസ് ചെയ്താൽ തന്നെ വരും. ഇതിപ്പോ നമ്മൾ ആദ്യം ആക്ഷൻ ഇങ്ങനെ ഓരോ സ്റ്റെപ്പായിട്ട് ചെയ്ത് പഠിക്കണം. അതായത് ഫസ്റ്റ് ആക്ഷൻ തന്നെ അല്ല, അപ്പോൾ ആദ്യം ഗ്രിപ്പ് ശരിയാക്കുക, പിന്നെ എങ്ങനെ പ്രഷർ കൊടുക്കുന്നത് ശരിയാക്കുക, അതിനനുസരിച്ച് കയറി വന്നതിന് ശേഷം മാത്രം ചെയ്താൽ മതി. നമ്മൾ ഫസ്റ്റ് ബോൾ എടുത്തിട്ട് അവിടെ ചെന്നിട്ട് ബോൾ എടുത്തിട്ട് ഇങ്ങനെ ആക്ഷൻ ഒക്കെ ഇട്ട് വരുമ്പോൾ മറ്റേ സ്ലോ മോഷനിൽ ചെയ്ത നടപടിയാണ് കേസൊന്നല്ല. അതൊന്ന് ആദ്യം പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് ഇതൊക്കെ നമ്മൾ അറിയാണ്ട് തന്നെ വരും. ഇതിപ്പോൾ എറിയുമ്പോൾ ഞാൻ ഈ കാര്യങ്ങളൊന്നും നോക്കാറില്ല. ഇനി ഈ ഷോൾഡറിൻ്റെ താഴെ ഇത് വന്ന് വെച്ചാൽ എന്താ പ്രശ്നം പറ്റുകയും ചെയ്യാൻ, ഇത് നമ്മൾ വരുന്നു, ഇതെടുത്തിട്ട് ഇങ്ങനെ എറിയണം. ഇതെടുത്ത് എറിയുമ്പോൾ ഈ സാധനം നമ്മുടെ ഈ കൈ അടിയിലേക്ക് പോവുക പെട്ടെന്ന്. നമ്മൾ മറ്റേത് എറിഞ്ഞ് പോണാട്ടിലും ഇത് പെട്ടെന്ന് അടിയിലേക്ക് പോകും. അടിയിലേക്ക് പോകുമ്പോൾ ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ ബ്രേക്ക് ആവും, ഇവിടെ ഷോൾഡർ ഡിസ്ലൊക്കേറ്റ് ആവും, എൽബോയ്ക്ക് കംപ്ലൈൻറ്റ് വരും. അതാണ് ഈ എൽബോ ഷോൾഡറിന് മുകളിൽ വരണമെന്ന് പറയുന്നത്. ഇനിയുള്ളത് ആക്ഷൻ. ഇപ്പം നമ്മൾ ആക്ഷനും കഴിഞ്ഞു. ഇനിയുള്ള ലാസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് മറ്റേ ആക്ഷൻ കംപ്ലീറ്റ് ചെയ്യുക. അതായത് ബോഡി മൊത്തം ഡെലിവറി കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ ആക്ഷൻ കംപ്ലീറ്റ് എന്ന് പറഞ്ഞ പ്രൊസീജിയറാണ്. അതിലെന്ന് പറയുന്നത് നമ്മളിത് എടുത്തു എറിയുന്നു, എന്നിട്ട് അതാണ് ഞാൻ 2 സ്റ്റെപ്പ് മുമ്പിലേക്ക് വരുന്നത്. നമ്മൾ എറിഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ മുമ്പിലേക്ക് പോവുക, അല്ലെങ്കിൽ ഒന്ന് സൈഡിലേക്ക് ഇങ്ങനെ തിരിഞ്ഞു വരിക. അതായത് ഇങ്ങനെ എറിയുക, ഇങ്ങനെ എറിഞ്ഞിട്ട് ഇങ്ങനെ തിരിയുക. അതായത് ലൈനിന്റെ തൊട്ട് മുമ്പിലാണെങ്കിൽ നമുക്ക് അത്രയും വേണം എടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ വന്നിട്ടൊന്ന് കർവ് ചെയ്ത് തരാം. ഒരിക്കലും എറിഞ്ഞിട്ട് അങ്ങോട്ട് മുന്നോട്ട് ഒരുപാട് പോരുത്, എന്നാൽ ഒരു ആക്ഷൻ വേണം. ഒരു ആക്ഷൻ കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ മൂവ്മെന്റ് വരില്ല, ബോൾ മൂവ്മെന്റ് കൂടുതൽ ദൂരം പോവില്ല. നമ്മളിതെടുത്ത് എറിഞ്ഞു ഇവിടെ തന്നെ നിൽക്കുകയാണെങ്കിൽ എവിടെ എത്തില്ല. ചിലപ്പോൾ കുറച്ച് ദൂരം പോയിട്ട് അവിടെ നിൽക്കും. നമ്മുടെ ആക്ഷൻ കറക്റ്റ് ആവില്ല. അത് നമ്മൾ എത്ര പുഷ് കൊടുത്താലും എങ്ങനെ ബോൾ പിടിച്ചിട്ടും കാര്യമില്ല. അപ്പോൾ 3-4 സ്റ്റെപ്പാണല്ലോ. ഒന്ന് ബോൾ പിടിക്കേണ്ട രീതി, അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആക്ഷൻ കഴിഞ്ഞ് ഡെലിവറി എന്ന് പറയുമ്പോൾ ഈ പുഷാണ് മെയിൻ ആയിട്ടുള്ള കേസ്. ഈ റിസ്റ്റിലുള്ള പുഷ് ഡെലിവറി കഴിഞ്ഞാൽ ആക്ഷൻ കംപ്ലീറ്റ് ചെയ്യുക. ഒന്നെങ്കിൽ ഫ്രണ്ടിലേക്ക് വരിക, അല്ലെങ്കിൽ കറങ്ങുക. ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു ഐറ്റത്തിനും നമുക്ക് 2 കാര്യം. ഒന്ന് സ്കില്ലുണ്ട്. സ്കില്ലെന്ന് വെച്ചാൽ നിങ്ങൾ കണ്ടിരിക്കും. ചിലപ്പോൾ ഓരോരുത്തരൊന്ന് വെറുതെ എറിഞ്ഞു കൊടുക്കുമ്പോൾ തന്നെ അത് കവർ ചെയ്യും. അത് അവരുടെ സ്കില്ലാണ്. നമുക്ക് ഈ സ്കില്ലിനെ ഓവർകം ചെയ്യണമെങ്കിൽ ഹാർഡ് വർക്ക് തന്നെ വേണം. അത് എന്തിൽ തന്നെയായാലും ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്കില്ലിനെ നമുക്ക് ഓവർകം ചെയ്യാം. അപ്പോൾ ഈ പറഞ്ഞ ടെക്നിക്കൽസ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത് സുഖമായിട്ട് ഈ സ്കില്ല് നമുക്ക് കയ്യിൽ വരും, നമുക്ക് ആ ഐറ്റം കിട്ടും. ഇനി 2-3 ഉള്ളതാണ്. ഒന്ന് എറിഞ്ഞ് പഠിക്കേണ്ട രീതിയുണ്ട്, പിന്നെ ഒന്ന് എറിയുന്ന രീതി. അത് രണ്ടും കാണിച്ചാൽ എറിയുന്നത് 45 ഡിഗ്രി. അത് നമ്മൾ എറിഞ്ഞ് പ്രാക്ടീസ് ചെയ്താൽ, അല്ലാണ്ട് നമ്മൾ 45 ഡിഗ്രി എന്ന് പറഞ്ഞിട്ട് നോക്കിന്നാലൊന്നും നടക്കുന്ന കേസല്ല. അത് പിന്നെ പറ്റില്ല, 45 ഡിഗ്രി നോക്കാനൊന്നും പറ്റില്ല. അപ്പോൾ നമ്മൾ എറിഞ്ഞെറിഞ്ഞ് പ്രാക്ടീസ് ചെയ്യുന്നത്. എന്നാലും ഒരു കർവ് രീതിയിലാണ് പോകേണ്ടത്. നമ്മുടെ കൈ ഇങ്ങനെ ഇതാണ് രീതി. നമ്മൾ ജാവലിനും ഒക്കെ യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു ഷേപ്പിൽ. അതിനാണ് ഈ എൽബോ മുകളിലേക്കായി ഏകദേശം ആ റേഞ്ച് വരും. പിന്നെ ഇതെങ്ങനെയാ എല്ലാ ദിവസവും ചെയ്ത് നോക്കണത്? പിന്നെ അത് ഓരോ കാറ്റഗറി. ചിലവരുടെ പകുതി പോലും എത്തില്ല. ചിലവരുടെ എന്ന് പറയുമ്പോ ഒരു 10 മീറ്റർ 5 മീറ്റർ ഡിസ്റ്റൻസ്, 50 മീറ്റർ കടന്നതിന് ശേഷം പോയിട്ട് പിന്നെ അവിടെ ഭൂരിഭാഗം പേരും അങ്ങനെയാണ്. ചിലവർക്ക് ഒരു 10-30 മീറ്ററിൽ നിൽക്കും. അത് ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക്. പിന്നെ കഴിഞ്ഞവർക്കൊക്കെ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ സുഖം. ഞാൻ കണ്ടേക്കണത് വേറെ ചിലവരുണ്ട്, നമ്മൾ ബോൾ തെറിയാൻ പറഞ്ഞ ബോളൊക്കെ എടുത്ത് വന്ന് ഇങ്ങനെ എറിയണവരുണ്ട്. ഇങ്ങനെ എറിഞ്ഞാൽ അത് പകുതി പോലും എത്തില്ല. അതായത് നമ്മൾ വേറെ ആക്ഷൻ ഒന്നുമില്ല, ബോൾ ഇത് എടുക്കണു വന്നിട്ട് ഇങ്ങനെ എറിയണം. ഇങ്ങനെ എറിഞ്ഞ പറഞ്ഞാൽ ബോഡി ഈ കൈ ഇതേ വെറുതെ ഇങ്ങനെ മൂവ് ചെയ്യണല്ലോ. ഷോൾഡർ മൂവിങ് ഇല്ല, ഈ എൽബോ മാത്രം വെറുതെ മൂവ് ചെയ്യണു, ബോഡി മൂവ്മെന്റ് ഇല്ല. അതുകൊണ്ട് ബോൾ എവിടെ എത്തില്ല. ഈ ആംഗിളിന്റെ പവർ കൊണ്ട് ബോൾ അത്ര ഡിസ്റ്റൻസ് പോകുള്ളൂ. ഓക്കെ, അപ്പോൾ അതാണ് ഈ 30-ലൊക്കെ നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇത് സ്കിൽ വൈസ് ചെയ്യുന്നവർക്ക് ഒന്നിൻ്റെ ആവശ്യമില്ല, അവർ നേരെ വന്ന് എറിഞ്ഞു. പക്ഷെ നമ്മൾ ഇല്ലാത്തവർക്ക് ഈ ഐറ്റം കിട്ടാൻ വേണ്ടിയിട്ട് ഇതൊന്ന് പ്രാക്ടീസ് ചെയ്താൽ മതി, എളുപ്പം കിട്ടും. ഇനി നമുക്കൊന്ന് ബോൾ എറിഞ്ഞ് പ്രാക്ടീസ് ചെയ്യുന്ന 2 ഉണ്ട്. അതൊന്ന് ഇനിന്ന് പറയുന്നത് നമ്മൾ ബോൾ എടുക്കുക, നമ്മുടെ മറ്റേ ബോൾ പിടിക്കുന്ന രീതിയിൽ എടുക്കുക, നമ്മൾ താഴേക്ക് എറിയുക. അതായത് ഒന്നെങ്കിൽ ഇങ്ങനെ എറിഞ്ഞ് തീരെ ബോൾ യൂസ് ചെയ്യാത്തവരാണെങ്കിൽ ഇങ്ങനെ എറിഞ്ഞിട്ട് പ്രാക്ടീസ് ചെയ്യുക ആദ്യം, ബോളായിട്ട് ഒരു വഴക്കം വരാൻ. അത് കഴിഞ്ഞാൽ ഈ ഇതെടുത്തിട്ട്
ബോൾ എടുത്തിട്ട് നമ്മുടെ ആക്ഷൻ നമ്മൾ മുകളിലേക്ക് എറിയണത് നമ്മൾ താഴത്തേക്ക് എറിയാം. അതായത് ഈ ബോളും കാര്യങ്ങളും റിസ്റ്റിന്റെയും റിലീസ് എല്ലാം നമ്മളെ ആക്ഷൻ മുമ്പിലേക്ക് എറിയാം. നമ്മളെ ആക്ഷൻ എടുക്കണു. ഈ കൈയിന്റെ ഇത് നമ്മൾ താഴത്തേക്ക് എറിയണം. അപ്പൊ താഴത്തേക്ക് വന്നു, ഈ സാധനം എൽബോ മുകളിലേക്ക് വരുന്നു. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെയുള്ളത് ഇതാണ് ആക്ഷൻ. ഇത് നമ്മൾ മണലിലേക്കൊക്കെ എറിഞ്ഞാൽ അവിടെ കിടക്കും. അതായത് പിറ്റുള്ളവർക്ക് എറിയോ നല്ലത്. അതായത് നമ്മൾ ഈ ഹാർഡിലൊക്കെ എറിഞ്ഞാൽ ബോൾ തെറിച്ച് പോയി പിന്നെ അത് എടുക്കാൻ വേറെ ആളെ അന്വേഷിക്കേണ്ട ആ രീതി വരും. പിറ്റിലേക്ക് എറിഞ്ഞ് പഠിക്കുക. അങ്ങനെ ആകുമ്പോ ആക്ഷൻ നമുക്ക് കറക്റ്റ് ആവും. അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഒരു ഒരാഴ്ച കഴിഞ്ഞ് പിന്നെ നമ്മള് നേരെ എറിഞ്ഞ് പഠിക്കുക. നേരെ എറിഞ്ഞിട്ടുള്ള ടെക്നിക്ക് തുടങ്ങുക. അതായത് 60 മീറ്ററിന്റെ എറിയ, പക്ഷെ 60 മീറ്റർ എറിയാൻ പാടില്ല. 60 മീറ്റർ എത്തില്ല. ഫസ്റ്റ് തന്നെ 60 മീറ്ററിലൊന്നും എത്തണതല്ല. നമ്മള് മാക്സിമം എടുത്ത് എറിയുക. നമ്മുടെ ആക്ഷൻ കറക്റ്റ് ചെയ്യുക ആദ്യം. അതിപ്പോ 10 മീറ്റർ വെച്ചെങ്കിലും ആ ആക്ഷൻ കറക്റ്റ് ചെയ്ത് എറിയുക. അത് കഴിഞ്ഞാൽ പിന്നെ ആക്ഷൻ കറക്റ്റ് ആയാൽ പിന്നെ നമ്മുടെ ദൂരം തന്നെ കൂടിക്കോളും. ഓക്കെ, അതായത് ആദ്യം തന്നെ എറിയുന്നത് മാക്സിമം എറിയുക, പിന്നെ അത് കൂട്ടി വരാൻ നോക്കുക. ഈ പറഞ്ഞ ആക്ഷൻസ് ഒക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഐറ്റംസ്. ബോൾ എന്ന് പറയുന്ന ഒരു ഐറ്റം ഏറ്റവും എളുപ്പത്തിൽ കിട്ടാവുന്ന ഒരു ഐറ്റമാണ്. അതിന് ഈ പറഞ്ഞ ടെക്നിക്സ് ഒക്കെ ചെയ്യാം. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, സ്കില്ലുള്ളവർക്ക് വന്ന് എറിഞ്ഞ വശം തന്നെ കിട്ടും. അല്ലാത്തവർ ഈ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ സുഖമായിട്ട് കിട്ടും. അപ്പോൾ 1-2 കാര്യങ്ങളൊന്ന് പിറ്റിലേക്ക് എറിഞ്ഞ് പഠിക്കുക, കയ്യിൽ നിന്ന് സ്ട്രെങ്ത് വരിക. അത് കഴിഞ്ഞിട്ട് ഈ 4 സെക്ഷൻ നോക്കിയിട്ട് ലോങ് എടുത്ത് പഠിക്കുക. അപ്പോൾ നിങ്ങൾ ആദ്യമായി എറിയുമ്പോൾ ഈ 50-നും 60-ൻ്റെ ഇടയിൽ നിൽക്കുന്നവർക്കുള്ള ഒരു ടിപ്സാണ് ഇതുള്ളത്. അപ്പോൾ ചെയ്ത് പഠിക്കുക. മസ്റ്റായിട്ട് വാമപ്പും സ്ട്രെച്ചിങ് ചെയ്യുക. സ്ട്രെച്ചിങ് എന്തായാലും ചെയ്യണം, ഇല്ലെങ്കിൽ കൈ പിറ്റേ ദിവസം വേദന അനക്കാൻ പറ്റില്ല. അങ്ങനെ എന്തെങ്കിലുമൊക്കെ പിന്നെ ഏതായിട്ടും ചെയ്യുമ്പോഴും വേദനയൊക്കെ ഉണ്ടാവും. എല്ലാവർക്കും വേദനയൊക്കെ ഉണ്ട്. ഇപ്പോൾ നമുക്ക് നമ്മുടെ വേദന മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. അത് കാരണമാണ് വേറൊരാൾ നടന്നു പോകുമ്പോൾ ആ വേദന നമുക്ക് അറിയാതെ. ഇത് നന്നായി ചെയ്യണ ഒരു നല്ല വേദനയുള്ള ആൾക്കാർ. പിന്നെ ഡെയിലി ചെയ്യണ്ട, 1.5 വെച്ച് ചെയ്താൽ മതി. പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് 1.5 അതായത് തീരെ പറ്റാത്തവരെ നമ്മൾ ഇത് സ്ട്രെയിൻ ഫുൾ ഇതിന് കൊടുക്കും. അപ്പൊ ഡെയിലി കയ്യിൽ തന്നെ സ്ട്രെയിൻ വന്നാൽ അത് ശരിയാവില്ല. 1.5 ചെയ്ത് പഠിക്കുക. ഇത് എളുപ്പമായിട്ട് കിട്ടുന്നതാണ്. ഇത് എത്ര നാൾ ചെയ്താൽ ഏകദേശം നമ്മള് പ്രാക്ടീസ് ചെയ്യുമ്പോൾ 15 ദിവസം കൊണ്ടൊക്കെ നമ്മൾ കൂട്ടുകാരൊക്കെ സെറ്റായി വരുന്നത്. നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷമുള്ള ഒരു 45 ദിവസം കൊണ്ടും നമുക്ക് സുഖമായിട്ട് ഇത് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇച്ചിരി ആത്മാർത്ഥയും ഹാർഡ് വർക്ക് ഉണ്ടെങ്കിൽ ഒരു ഐറ്റം കിട്ടും. പിന്നെ ബാക്കി 4 ഐറ്റം എന്നുള്ള ടെൻഷൻ നിങ്ങൾ ആലോചിച്ചാൽ മതി. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഫിസിക്കലി ചെയ്യുന്ന കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുക. പിന്നെ ഇതേപോലെ തന്നെ എൻ്റെ 8 ഐറ്റംസ് ഉള്ളൊരു വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ പോയി കാണുക. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, സബ്സ്ക്രൈബും ചെയ്യുക. പിന്നെ ഇത് മാത്രമല്ല, എൻ്റെ എല്ലാ PSC റിലേറ്റഡ് ട്രാവൽ വീഡിയോസും ഉണ്ട്, ക്ലാസ്സുകളുണ്ട്. അപ്പോൾ അതൊന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക.